ഹേ ഗൈസ്, അപ്പൊ ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ബാഗ് മാറ്റാൻ കാരണം കുറച്ചും കൂടി നല്ലൊരു ട്രെക്കിംഗ് ബാഗാണ്. ഞാൻ ഒറ്റക്കാണോ പോകുന്നത് കുറെ ആൾക്കാർ. ഗൈസ്, നമ്മള് ഫ്ലൈറ്റ് കയറി. ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. എവിടെയെന്ന് ഗൈസ് നമ്മളിപ്പോ ഇറങ്ങി എയർപോർട്ട് എന്ന് പറയുമ്പോ. ഹേ ഗൈസ്, അപ്പൊ ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഫസ്റ്റ് ഓൺ വോയിസിൽ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഇൻട്രോ പറയല് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഇൻട്രോ പറയും കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. ഇതിപ്പോൾ 2025 അവസാനത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നതിന് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഒരു ട്രെക്കിംഗ് ആണ്. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം ബാംഗ്ലൂരും അവിടുന്ന് ഫ്ലൈറ്റ്. ഇപ്പം വെളുപ്പിന് 3 മണിയായി. ഫുൾ എക്സൈറ്റഡ് ആണ്. ഇപ്പം നമ്മളിതാ ബസ് ഇറങ്ങി ബാംഗ്ലൂർ എത്തി. ഞാനാണെങ്കിൽ ഇതാ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പം ബാംഗ്ലൂരേക്ക് വരുന്നത്. തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നേരെ റൂമിൽ പോയി ബാഗ് മാറ്റണം. ഒന്ന് പറ്റിയില്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ റൂമിലെത്തി. ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ജസ്റ്റ് എടുക്കേണ്ട സാധനങ്ങൾ ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് ഈ ബാഗിൽ പാക്ക് ചെയ്യണം. ഞാൻ ബാഗ് മാറ്റാൻ കാരണം കുറച്ചും കൂടി നല്ലൊരു ട്രെക്കിംഗ് ബാഗാണ്. ഡെക്കാത്ലോന്റെ നല്ലൊരു ബാഗാണ്. അപ്പം കുറച്ചും കൂടി കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മെയിൻ ആയിട്ട് നട്ട്സും കാര്യങ്ങളും ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാസ്റ്റോ എടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കാണോ പോകുന്നത് കുറെ ആൾക്കാർ വെച്ച്. സോളോ ട്രിപ്പാണ്. ഞാൻ ഒറ്റക്കല്ല. എന്റെ കൂടെ താവരുണ്ട്, ഞാനുണ്ട്, മുഹമ്മദ് സുലൈമാൻ ഉണ്ട്. നമ്മള് സുലൂന്ന് വിളിക്കും. പിന്നെ വേറൊരു മുഹമ്മദും കൂടി ഉണ്ട്. ഇതാ മമ്മു. മമ്മു രാവിലെ അടാ ഇത് എന്റേത്. അപ്പൊ നമ്മളിതാ എയർപോർട്ടിലേക്ക് വണ്ടി കയറി. താമർ അപ്പൊ നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് ബാക്കിയാണ്. നമ്മളിതാ അങ്ങനെ എയർപോർട്ടിൽ കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയെന്ന്. അങ്ങനെ ലഗേജ് ഓക്കെ. താങ്ക് യു. ഞാൻ ആടെ നോക്കിക്കുന്നു. പിച്ചക്ക് ഗൈസ്, അല്ലോ ക്യൂ. രാവിലെ 21 നമ്മളെ സീറ്റ് ഇല്ലാടാ. സോറി, ഓക്യുപ്പൈ ആയിപ്പോയി. ഗൈസ്, നമ്മള് ഫ്ലൈറ്റ് കയറി. ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. എവിടെയെന്ന് ലൊക്കേഷൻ ഗസ്റ്റ് ചെയ്യും. നമ്മള് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിനൊരു ബോർഡറിലേക്ക് പോയിട്ട് ബോർഡർ ക്രോസ് ചെയ്യലാണ്. ഈസിയാണ് ഗസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മള് ന്യൂ ഇയർ അവിടെ ഇരിക്കും. ഇത് താമര ഈ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ഇതെന്താന്ന് വെച്ചാല് പാസ്പോർട്ട് വേണ്ട ഇതിന്. ജസ്റ്റ് ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലിഡ് ആയ ഒരു ID പ്രൂഫ് മതി. റേഷൻ കാർഡെല്ലാം എടുത്തിട്ട് വരാണ് വന്നിട്ട്. നീ എന്താ എടുത്ത? പോളിയം വെച്ച കാർഡ്. ഫൈനലി എല്ലാരും ബാഗും കിട്ടി ഗൈസ്. നമ്മളിപ്പോ ഇറങ്ങി എയർപോർട്ട് എന്ന് പറയുമ്പോ ആകെ ഒറ്റൊരു ഫ്ലൈറ്റ്. അത് നമ്മളെ ഫ്ലൈറ്റ് മാത്രമേ ഇല്ലൂ റൺവേയില്. വേറെ ഒരു ഫ്ലൈറ്റും ഇല്ല. ഫുള്ളും മഞ്ഞുകൊണ്ട് മൂടിയിട്ടും. ഇവിടെയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഫുള്ളും പട്ടാളക്കാര്, ഫുള്ള് മിലിറ്ററി എന്ന് വെച്ചാൽ ഫുള്ള് മിലിറ്ററിക്കാര്. ആണെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എയർപോർട്ടാണെങ്കിൽ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിനെക്കാട്ടും വലുതാണ്. ചെറിയൊരു എയർപോർട്ട്. ഇപ്പുറത്തുനിന്ന് ഡിപ്പാർച്ചർ, ഇപ്പുറത്തുനിന്ന് അറൈവല്. ചെറിയൊരു എയർപോർട്ട്. ക്യാബിന് വേണ്ടിട്ട് നമ്മളെ പൊതിയുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിതിപ്പോ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് നല്ല ടയേർഡാണ്. കുറച്ച് നടക്കുകയൊക്കെ ചെയ്ത് നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ഫുൾ ആൾക്കാർ, അവിടുത്തെ ലോക്കൽസ് നമ്മളെ ബാക്കിലേ വരും. എങ്ങനെ ഇവിടെ ഇത്ര പൈസയിൽ ഡ്രോപ്പ് ആക്കാം, അങ്ങനെ ഇങ്ങനെ എന്തോരം നല്ല എമൗണ്ട് ചാർജ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മള് അവിടെ റാപ്പിഡോ, ഊബർ, ഓല അങ്ങനത്തെ എന്തെങ്കിലും അവൈലബിൾ ആണോ നോക്കാം. അതിലെത്ര റേറ്റ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവരപ്പുറം പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവരെന്തായാലും പറ്റിക്കും. അതിപ്പോ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരായാലും നടക്കുന്നുണ്ട്, ഡൽഹിയിലായാലും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാം, പറ്റിക്കപ്പെടാണ്ട് നോക്കാം. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ. എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെല്ലാം തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യാക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ.
ബാക്കി നാളെ. അപ്പൊ ലൊക്കേഷൻ എവിടെയാണ് പോടാ, ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്താ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.